ട്രസ്റ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ഷമിക്കൂ, ഫോർഗീവ് ചെയ്യൂ എന്നൊക്കെ പറയുന്ന ഒരു കാര്യത്തിനോട് യോജിക്കാൻ പറ്റില്ല. അത് തുടക്ക സമയങ്ങളിൽ നമുക്ക് ഫോർഗീവ് ചെയ്യാം, അല്ലെങ്കിൽ അതിന് ക്ഷമിച്ചു കൊടുക്കാം, ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. പക്ഷേ ആ തുടക്ക സമയത്തിൽ ആ പാർട്ണർ കടന്നു പോകുന്ന മാനസികാവസ്ഥയും ആ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുകയും പല കാര്യങ്ങൾ കടന്നിട്ടാണ് ഈ ഫോർഗീവിലോട്ടൊക്കെ നമ്മൾ വരേണ്ടത്. പലപ്പോഴും എല്ലാവരും തുടക്ക സമയങ്ങളിൽ ഇവരുടെ കൂടെ ഒപ്പം സപ്പോർട്ട് ചെയ്ത് നിൽക്കും. ഒരുപാട് ക്ഷമിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ എന്നോട് ക്ഷമിക്കണോ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതൊക്കെ കേട്ടിട്ട് അവരൊന്ന് ഹീലാവും. ഇവര് ഒറ്റയ്ക്കിരിക്കുന്ന സമയത്താണ് പല ട്രോമാസും ട്രിഗേഴ്സും ഒക്കെ പല കാര്യങ്ങളും ഈവൻ ഒരു ഇമേജ് പോലും ഇവരെ ട്രിഗർ ചെയ്യും. നമ്മൾ TV ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ കാണുന്ന ചില പിക്ചേഴ്സ് പോലും ഇവർക്ക് അവർ ട്രിഗേഴ്സും ട്രോമാസിലോട്ടും കടന്നു വരും. ആ സമയത്ത് ഇവർ ഒരു ഇമോഷൻസിനെ മനസ്സിലാക്കാതെ പെട്ടെന്ന് ഇവരെ കുറ്റപ്പെടുന്നു. എനിക്കിപ്പോഴും എന്നെ സംശയമാണോ, എന്നെ ഇങ്ങനെ നിനക്ക് സംശയ രോഗമാണ്, ഞാനിപ്പോ ആ ഒരു ബന്ധത്തിലൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ഒരു പ്രൊഫഷണൽ സപ്പോർട്ടാണ് നിങ്ങൾ തീർച്ചയായിട്ടും തേടേണ്ടത്. കാരണം നിങ്ങളുടെ പാർട്ണർ കടന്നു പോകുന്ന മാനസികാവസ്ഥ ശരിക്കും മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിന്റെ സഹായത്തോടെ തന്നെ ആ ഒരു ഹീലിംഗ് പ്രോസസ്സ് നടക്കണം. മറ്റു പ്രശ്നങ്ങളെക്കാട്ടിലും ട്രസ്റ്റ് ഇഷ്യൂസിന് എപ്പോഴും നമ്മൾ പ്രൊഫഷണൽ സപ്പോർട്ട് തന്നെയാണ് സജസ്റ്റ് ചെയ്യുന്നത്. കാരണം തുടക്ക സമയങ്ങളിലെക്കാട്ടിലും പിന്നീട് പോകെയാണ് ഈ ഒരു ഇഷ്യൂസ് ഇവരെ മനസ്സിൽ ട്രിഗേഴ്സ് പല രീതിയിലുള്ള ട്രോമാസിലോട്ട് കൊണ്ടെത്തിക്കുന്നത്. സോ ഒരു പ്രൊഫഷണൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ വേഗം ഇത് മാനേജ് ചെയ്തും ഹീലിംഗ് പ്രോസസ്സ് വളരെ വേഗം എളുപ്പത്തിലാക്കാൻ സാധിക്കും.